അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. അങ്ങനെ നമ്മൾ സൂറത്ത് ഗുജറാത്തിൽ നിന്ന് ഞങ്ങൾ വൈകിട്ട്, അതായത് ഒരു 5 മണി ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഗോവയിലെത്തി. ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറി അങ്ങനെ ഗോവയിൽ വെച്ച് സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചാൽ അതെ പൊളിച്ചടക്കും. വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ നേരെ ഗോവയിലേക്ക് പോകും. എന്താ പറയുക, ഞങ്ങൾ 2 ദിവസം ഗുജറാത്തിൽ ചെന്നു. അവിടുത്തെ ഒരു വൈബൊക്കെ ആസ്വദിച്ചു. ജസ്റ്റ് 2-3 വീഡിയോസ് എടുത്തു. പിന്നെ ഞങ്ങൾ വിചാരിച്ച് ഫുള്ള് വൈബിന് വേണ്ടി നമ്മൾ ഗോവയിലൊക്കെ തന്നെ വരാന്ന് വിചാരിച്ചു. നിങ്ങൾ ഗുജറാത്ത് വൈബ്സ് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. കാണാത്തവരാണെങ്കിൽ ബേബിയുടെ ചാനലിൽ പോയിട്ട് കാണും. സോറി, ഇത് ബേബിയുടെ ചാനൽ തന്നെ. നാളെ മുതൽ എന്തായാലും ഞാൻ എടുക്കും, വിട്ടുകൊടുക്കണം. അല്ല ഗുജറാത്ത് വൈബ്സ് എന്തായാലും നമ്മളെല്ലാവരും കണ്ട് സ്ട്രീറ്റിലൊക്കെ നമ്മളെ നടത്തി ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ റെയർ ആണ് അങ്ങനെ സ്ട്രീറ്റിലൊക്കെ നടക്കാറില്ല. പക്ഷെ ഇന്നലൊക്കെ നടന്ന് ഫാസ്റ്റ് എന്റെ കാലോടിക്കും അല്ലെ, എന്റെ കാൽ ജാമായി സീറ്റ് ബാക്കി ഇരിക്കുകയാണ്. എന്റെ കാൽ ജാമായി, സീറ്റ് ഫ്രണ്ട് ആക്കാതെ ആ കാലെടുക്കാൻ പറ്റൂല്ലോ, താഴെ ജാമാണ്. അയ്യോ എന്റെ കാൽ ജാമായി. അപ്പൊ ഗൈസ്, നമ്മള് ഇപ്പൊ ഗോവ പോയിക്കൊണ്ടിരിക്കണതാണ്. സോറി, ഗോവ നമ്മ കാൻലിൻ ബീച്ചിന്റെ അടുത്ത് പോയിക്കൊണ്ടിരിക്കണതാണ്. ഫ്ലൈറ്റ് എടുത്ത് കാറിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ടാക്സി ഡിഫറെന്റ് ഫീലിംഗ് നല്ല രസമാണ് ഗൈസ്. എപ്പോ ദീദിയായിട്ട് വൈബ് ആസ്വദിക്കുന്നതാണ്. സ്ഥലങ്ങളൊക്കെ കണ്ടാ. അപ്പൊ നമ്മൾ അവിടെ എത്തട്ടെ, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നാളെ മുതൽ നമുക്ക് പൊളിക്കണം. ഇന്ന് കുറച്ച് റെസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മള് നേരെ ഗോവ കാൻഡിലിൻ ബീച്ച് സൈഡിലുള്ള ഒരു അടിപൊളി സ്റ്റേയിൽ നമ്മൾ എത്തി. അപ്പൊ നമ്മള് അഡ്വാൻസ് ആയിട്ട് നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റേ ഒക്കെ. 25-ാം തീയതി വരെ ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും സ്റ്റേ മാറി നോക്കണം. കുഴപ്പമില്ല, അത്യാവശ്യം നമ്മൾ ഒരു വീട് പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. 2 ബെഡ്റൂമും ഹാള് കിച്ചൺ എല്ലാം ഉണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്. അപ്പൊ പാത്രങ്ങളുണ്ട്, ഗ്യാസ് ഉണ്ട്, എല്ലാ സെറ്റപ്പുകളും ഉണ്ട്. ഹാപ്പി. അപ്പൊ നമ്മൾ വന്ന് ചെക്ക് ഇൻ ചെയ്തേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് അപ്പൊ തന്നെ പോയി ഫുഡ് കഴിക്കണം. നല്ല വിശപ്പുണ്ട് കേസ്, ഒരു രക്ഷയില്ല. വിശപ്പ് കൊടലേക്കണേ. ഇനിയാണ് ഫുഡ് അടി മേള അല്ലേ? അവസാനം നെക്സ്റ്റ് ഇയർ സ്റ്റാർട്ടിങ് നമ്മ പൊളിച്ചിന്റെ വീടെത്തുള്ളൂ. അതെ അതെ. ഓക്കെ, കല്യാണം പെട്ടെന്ന് ഫുഡ് കഴിക്കാം ഗൈസ്. അങ്ങനെ നമ്മള് ഫുഡ് കഴിക്കണമെന്ന മോഹവുമായി ഒരു റെസ്റ്റോറന്റിൽ കയറിയിരിക്കണേണ്. ഗോവ ഗോവ വൈബ്സ്. ബിക്കോസ് അതൊരു ഹോട്ടൽ റൂമായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഹോംലി ഫീൽ. 2 BHK ഒരു അപ്പാർട്ട്മെന്റ് നമ്മൾ എടുക്കാറുണ്ട്. അപ്പൊ കയറുമ്പോ തന്നെ ഒരു ഹോള്, റൂം, കിച്ചൺ, അടുപ്പുണ്ട്. നമുക്ക് ഡ്രസ്സ് അലക്കിടാനുള്ള സ്റ്റാൻഡ് ഉണ്ട്. അപ്പൊ നമുക്കൊരു മറ്റേന്ന് പറഞ്ഞാല് ഹോട്ടൽ റൂമാണെങ്കിൽ നമ്മൾ ഡ്രസ്സൊക്കെ അലക്കിയിട്ട് അവിടെ ഇവിടെയൊക്കെ തൂക്കിയിട്ടുണ്ട്. ഇതൊക്കെ കുഴപ്പമില്ല, കറക്റ്റ് സ്ഥലത്താണ്. നല്ല ഹോട്ടൽസും നല്ല നല്ല പർച്ചേസ് ചെയ്യാൻ പറ്റിയ സ്ഥലത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. ഹെവി കുഴപ്പമില്ല. കാൻഡിലിൻ ബീച്ചിന്റെ തൊട്ടടുത്ത് തന്നെ അറിയാം. പിന്നല്ല നമ്മളൊക്കെ വരില്ല. സ്കെച്ചൊക്കെ എന്തൊക്കെ വാങ്ങണമൊക്കെ ആലോചിക്കുക. സ്കെച്ച് ചെയ്ത് വെച്ചാൽ ഫുള്ള്. ഇവിടെ ക്രിക്കറ്റ് കളിയൊക്കെ കാണാം. നല്ല നല്ല ആംബിയൻസ് ആണ്, കിട്ടുന്ന ആംബിയൻസ്. പാസ്ത ഉണ്ട്, ചോയ്സ് ഓഫ് സോസ്, ചോയ്സ് ഓഫ് പാസ്ത.
അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു വന്നു, റൂമിലെത്തി, കുറെ നേരം റെസ്റ്റ് ചെയ്തു, ഇവിടെ എല്ലാം സെറ്റ് ചെയ്തു. അതിനുശേഷം നോക്കുമ്പോഴത്തേക്കും 21ാമത്തെ ഡേറ്റ് ആയി, 12 മണി കഴിഞ്ഞു. അപ്പൊ അറിയാലോ ഞങ്ങളുടെ എന്റെ സോനുവിന്റെ വെഡിങ് ആനിവേഴ്സറി ഇപ്പൊ ഞങ്ങൾ ആഘോഷിച്ച് കേക്കൊക്കെ കട്ട് ചെയ്ത് ഇതിന്റെ ഇടയിൽ ഒരു വീഡിയോ മഷു എടുത്ത സെലിബ്രേഷൻ, അതായത് 12 മണി രാത്രി 12 മണിയായിട്ടുള്ള സെലിബ്രേഷൻ മഷുവിന്റെ ചാനലിൽ പോയി കാണാം. ഇതിന്റെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യണം വീഡിയോ. ഭയാനകമായ കഥയൊക്കെ പറയണ്ടത് നാം കാണാൻ വേണ്ടി പെട്ടെന്ന് പോയിട്ട് കണ്ടിട്ട് വരും, എന്നിട്ട് ഈ ബ്ലോഗ് കണ്ടാൽ മതി. അതെ 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 അതെ. അപ്പൊ ഇതിലേക്ക് ഇവിടെ എല്ലാം സെറ്റിങ്സും എല്ലാം കഴിഞ്ഞപ്പോൾ വിശക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ പുറത്തു പോയി വീണ്ടും ഞാൻ ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതുണ്ട് ഫുഡൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഹിപ്പ് ഇരുന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങാം. അതായത് രാത്രി 12:15 12:30 ടൈമുകളിൽ ഫുഡ് കഴിക്കാൻ പോണ്. അതെ, ആനിവേഴ്സറികൾ 14ാമത്തെ വർഷം നമ്മളിപ്പോ ആഘോഷിച്ച് കഴിഞ്ഞു. 14 വർഷം അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. 14 വർഷം കഴിഞ്ഞു. അപ്പൊ അതിന്റെ വീഡിയോ മഷുവിന്റെ ചാനലിൽ ഉണ്ടാവും. കേക്കെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി പറഞ്ഞല്ലോ. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. സുനു അതിന്റെ ഇടക്ക് ഉറക്കം വന്നിട്ട് അയ്യോടാണ് എനിക്ക് ഉറക്കം വരുന്നത് പറഞ്ഞിട്ട് ഒരുപാട് ട്രാവൽ ചെയ്തല്ലേ. അപ്പൊ സുനു അങ്ങോട്ട് പോയി. നമുക്ക് കൊണ്ടുവന്ന് ഫുഡ് കഴിക്കാം. സുനുവിനുള്ള വാച്ച് വെച്ചോ. അതെ, സായിക്ക് പോലുള്ള നമ്മളെ വൈബ് ഇതേണ്ട സൈക്കിൾ അല്ല, സൈക്കിൾ അത്രേ ഉള്ളൂ. നമുക്ക് ഫുഡൊക്കെ തന്നെ ആയിരിക്കും അല്ല സൈക്കിൾ. നോക്കി എബ്രു ഉറങ്ങണേ കേട്ടോ, നല്ല വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്ത് ബാക്കി കേക്കാണ് കൊണ്ടുവന്ന സോനു. ഇനി ചിക്കൻ അതെ അതെ മഷുക്ക് ഇടുന്ന സർപ്രൈസ് ഒക്കെ ചെയ്തു. കേക്കൊക്കെ കൊണ്ടുപോയത് ആ കേക്കാണ് ഇപ്പൊ കൊണ്ടുപോയത്. അപ്പൊ ചിക്കൻ എന്താ പറഞ്ഞത്, തന്തൂരി ചിക്കനും ബട്ടർ നാനും ഓർഡർ തന്നു. ലെഗ് പീസ് എടുക്കട്ടെ, നിങ്ങൾക്കൊക്കെ വേണ്ട പീസ് എടുക്കൂ. കേക്ക് വേണമെങ്കിൽ എടുക്കാനെന്ന് വിചാരിച്ചാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കഴിക്കാൻ തുടങ്ങാം. ഓക്കെ, പക്ഷെ നല്ല മസാല അടിപൊളിയല്ലേ, കാണുമ്പോ തന്നെ കൊതിയാണല്ലേ. അതാണ് കൊണ്ടുവരുമ്പോ നല്ല മാത്രം കൊണ്ടുവരുള്ളൂ നമ്മള്. സുനുവിന് വേണ്ട മാറ്റി വെക്ക്. സുനു ഉറക്കപ്പിച്ചാണ് കൈസ്. ബട്ടർ നാനും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അതെടുത്തുണ്ടോ? ഞാൻ അതെല്ലാം പോയൊക്കെ ചോദിച്ചു. പെട്ടെന്ന് നോക്കിയാ ചിക്കൻ മതിയായിരുന്നില്ലേ, ഇവിടുത്തെ പൈസ കളയാനുണ്ട്. ഈ ചിക്കൻ എവിടെ മതിയാവാനാ? ഫുൾ ചിക്കനാ? ഫുള്ളാണ്, പക്ഷെ നമ്മളെ അറിഞ്ഞൂടെ, ബിബി ഫാമിലി ഫുഡ് മെയിൻ ആണ്. അതാണ് ഫുഡാണ് സാധനം നമ്മുടെ മെയിൻ. അകലസാഗരം ഭാവിയാണൊക്കെ കഴിക്കാൻ നല്ല രസമുണ്ട്. ഈ ട്രിപ്പ് പൊളിയാണ് കഴിച്ചത്. പൊളിയല്ലേ? നമ്മള് വീട്ടിൽ നിന്ന് മാറി പുറത്ത് വന്നിട്ട് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ അതെ വേറെ വൈബ്. ഞാനാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് ഷൂട്ടും കാര്യങ്ങളും ഷോർട്ട് ഫിലിം ഒക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. അല്ലാത്ത ഫ്രീ ആയിട്ട് ഫാമിലിയോടും കൂടെ ഇപ്പൊ ഇരിക്കാൻ പറ്റിയ വേറെ വൈബ്. ഫുള്ള് ട്രിപ്പാണ് പിള്ളേർക്ക് ഓൺലൈൻ ക്ലാസ് ഉള്ളപ്പോ. വിഷമിപ്പിക്കണമെന്ന് ഞാനും തോന്നുന്നു. തന്നില്ല ഒണിയമ്പുരാന്താണ്. It's onion. It's not onion. It's onion. Onions. അനിയൻ എന്ന് പറഞ്ഞാൽ അത് അനിയൻ. അതാണ് സൈക്കിൾ ഫുള്ള് നമ്മുടെ വൈബില്. നിന്റെ ദീദിയും നിന്റെ അനിയൻ നല്ല പോത്ത് പോലെ ഉറങ്ങും. നല്ല ഉറക്കമുള്ള ബട്ടർ നാൻ എടുത്താണ് കുറച്ച് നേരമായത് കൊണ്ടിട്ട് ചിക്കൻ പൊളിയോ കുറച്ച് ടൈറ്റ് ആയിട്ടുണ്ട്. ചൂട് പോയി കഴിയുമ്പോൾ കുറച്ച് ടൈറ്റ് ആവും, അതങ്ങനെയാണ്. ഗൈസ് അങ്ങനെ നൈറ്റ് നല്ല സുഖമായിട്ട് നല്ല ഉറക്കം ഉറങ്ങി. സ്വന്തം വീട്ടിൽ കിടന്ന് ഉറങ്ങണ മാതിരി തന്നെ ഉറങ്ങി. സൗണ്ട് കുറച്ച് ടി വിയുടെ സൈക്കിൾ രാവിലെ എണീച്ചിട്ട് ടി വിന്റെ മുമ്പിൽ എവിടെ ഗെയിംസും
എന്തൊക്കെയോ ഇരുന്ന് കാർട്ടൂൺസ് ഒക്കെ ഇരുന്ന് കണ്ടോണ്ടിരിക്കുന്നത്. കാർ ഗെയിംസ് നന്നായിട്ട് കണ്ടാ? അല്ല സോറി, നന്നായിട്ട് കണ്ടതല്ല, നന്നായിട്ട് ഉറങ്ങിയ വെടി അടിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞില്ല, നമുക്കൊരു ഹോംലി ഫീലാണ് ഇവിടെ ആയിട്ട്. നമ്മളൊരു വീട് പോലെ തന്നെയാണ്, ഒരു അപ്പാർട്ട്മെന്റ് ഒരു സെറ്റപ്പ് ആണെന്ന് നമ്മൾ എടുത്തേക്കണമെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പൊ രാവിലെ എണീറ്റിട്ട് മഷൊക്കെ ഭയങ്കര കിച്ചണിലൊക്കെ ഭയങ്കര തിരക്കാണ്. എന്തൊക്കെയോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ്. കാരണം ഈ ഗോവയിൽ വന്നിട്ട് നമ്മൾ ഇതുകൊണ്ട് 2 ആഴ്ചക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റുക. ഗോവ വന്നിട്ട് 2 ആഴ്ചയൊക്കെ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നല്ല എക്സ്പെൻസ് ആവും. ഒരേ നേരവും ഫുഡിനൊക്കെ നമ്മൾ 5,000 6,000 ഒക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പം ഒരു ദിവസം ഒരു നേരം നമുക്ക് അങ്ങനെയൊക്കെ കൊടുത്ത് കഴിച്ചാൽ മതി എന്ന് ഞങ്ങൾ ഫാമിലിയായിട്ട് തീരുമാനിച്ചു. അപ്പോൾ മാഷ സോനൊക്കെ പറഞ്ഞാൽ നമുക്ക് എക്സ്പെൻസ് കുറക്കാമെന്ന് പറഞ്ഞ് ഇന്നലെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറേ സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു. ബ്രെഡ്, നൂഡിൽസ്, അതുപോലുള്ള കുറേ സംഭവങ്ങൾ, അതായത് മിൽക്ക്, ഒരുപാട് സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിച്ചു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ കിച്ചണും ചെറിയൊരു സ്റ്റൗവും ഗ്യാസും ഫ്രിഡ്ജും ഇങ്ങനത്തെ സെറ്റപ്പുകളൊക്കെ ഉണ്ട്. അപ്പൊ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് മഷു. നമുക്ക് കിച്ചണിലേക്ക് പോയി നോക്കാം എന്താണ് ഉണ്ടാക്കുന്നത് അല്ലെ സൈഗു? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ? വിശക്കണില്ലേ? താങ്ക് യു. യാ മോനെ, ബ്രെഡ് ഓംലേറ്റ് പൊളി പൊളി പൊളി. എനിക്കറിഞ്ഞൂടെ, ഞാൻ ഇത് എന്റെ കിച്ചണാക്കി. അതെ, 2 ആഴ്ചയാണ് ഇവിടെ നിൽക്കാൻ പോണത്. ഇന്നലെ തന്നെ ബേബി ഒരു ഹോട്ടലിൽ നമ്മള് നല്ല ഫുഡൊക്കെ കഴിപ്പിച്ചു. അതെല്ലാം പറ, ഒരു നേരം 5,000 6,000 ബില്ല് കുറഞ്ഞത് വരും. എനിക്കൊരു സ്വഭാവമുണ്ട്, ഏത് റെസ്റ്റോറന്റ് അല്ലെങ്കിൽ ഷോപ്പിലൊക്കെ കയറിയാൽ ഫൈനൽ ഞങ്ങൾ ബില്ലൊന്ന് ചെക്ക് ചെയ്ത് നോക്കും. അപ്പൊ ബില്ല് നോക്കിയപ്പോ ഞാൻ നെറ്റ് ഗൈസ്. അപ്പൊ തന്നെ ഐ വാസ് ലൈക്ക് ബേബി ബാ ഒന്ന് സൂപ്പർ മാർക്കറ്റിൽ കയറാം നമുക്ക്. ഈ പ്ലാനിലില്ലായിരുന്നു ആക്ച്വലി. പിന്നെ ഇവർക്ക് പിന്നെ ഇതൊരു വൈബാണ്, ഒരു വീട് പോലെ, ഗോവയിലെ ഒരു വീട് പോലത്തെ ഒരു ഫീൽ അല്ലേ. അടിപൊളി. ഇവിടെ കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിച്ചു, ലൈക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ. അതെ അതെ, നൈസ് നൈസ്, അടിപൊളി അടിപൊളി. പക്ക വീട്ടിൽ നിൽക്കുന്ന ഫീല്. അവന്റെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി. റെഡിമെയ്ഡ് കൊടുക്കാണ്ടല്ലോ, ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇരിക്കുമ്പോ നമുക്ക് അതുപോലെ വാട്ടർ ഫിൽറ്റർ ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്. അതെ, നൈസ് നൈസ്. അത്യാവശ്യം വേണ്ട പാത്രങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഈ തവയുടെ കോലം കണ്ടിട്ടൊന്നും നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നോർമലി എന്താ പറയാ, കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന വീടുകളിലെ തവ ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കും. നമ്മുടെ വീട്ടിലും ഇങ്ങനെയുള്ള തവകളൊക്കെ ഉണ്ട്. പിന്നെ അത്രേ ഉള്ളൂ. അങ്ങനെ ഈ ഗോവ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, പിന്നെ നമുക്ക് 3 നേരം മാത്രമല്ലല്ലോ, ബേബി ഫാമിലി ആരെ എത്ര നേരം തിന്നും. അതെല്ലാം ബേബി നമ്മള് റെസ്റ്റോറന്റ് കേട്ടി ഇറക്കുമ്പോ ബേബി ഒരു ദിവസം 50,000 രൂപ ബില്ല് കണ്ടത്. ഫാമിലി അല്ലേ, അതുകൊണ്ട് കുറച്ച് ഒരു 2 നേരം ഒക്കെ ഇവിടെ കഴിച്ചിട്ട് 1 നേരം ഫുള്ള് അടിപൊളിയായിട്ട് പുറത്ത് കഴിക്കാന്ന് വിചാരിച്ചു. അത് ഒരു വൈബായിരിക്കും. ബ്രെഡ് ഓംലെറ്റ്, പിന്നെ പിള്ളേർക്ക് അവർക്ക് ബട്ടർ ബ്രെഡ് ഷുഗർ ഇട്ടതാണ് ഇഷ്ടം. അതൊക്കെ മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ. അത്രേ ഉള്ളൂ. വേറെ എന്തൊക്കെ നമ്മൾ വാങ്ങിച്ചായിരുന്നു? പക്ഷെ നമ്മള് ഒരു സിലിണ്ടർ ഒക്കെ എക്സ്ട്രാ ഇല്ല, ചെറിയൊരു കുറ്റിയൊക്കെ ഉണ്ട് ഇവിടെ എക്സ്ട്രാ. അതൊക്കെ എന്തായാലും നൈസ് ആയിട്ട്. പാസ്ത പാക്കറ്റ്, സോൾട്ട് മേടിച്ചിട്ടുണ്ട്. ആൻഡ് വി ഗോട്ട് മാഗി, ഐ മീൻ നൂഡിൽസ്, ബ്രൂ കോഫി, കെച്ചപ്പ്, ഓട്സ്, അടിപൊളി. പോഹ, ഇത് എന്താ പറയണ, എനിക്ക് കഞ്ഞി ഉണ്ടാക്കണ എനിക്ക് അച്ചാറ്, മാങ്ങ അച്ചാറ്, ഒരു ഷുഗർലെസ് ബിസ്ക്കറ്റ് ആൻഡ് വൈപ്സ്. നമ്മള് പാൽ മേടിച്ചിട്ടുണ്ട്, നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കേക്ക് ഉണ്ട്, പിന്നെ ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ട്, മിൽക്ക്, ബ്രെഡ്. കൊള്ളാം, അത്യാവശ്യം വേണ്ട സെറ്റപ്പുകളൊക്കെ ഉണ്ട്. പക്ക നമ്മളൊരു വീട്ടിൽ ഇങ്ങനെ ഫീല് അല്ലേ, അടിപൊളി. ഇതൊക്കെ ഗൈസ് നമ്മൾ പുറത്ത് വന്നിട്ട് വീട്ടിലെ പോലെയൊക്കെ നമ്മള് ഉണ്ടാക്കി കഴിക്കുമ്പോഴല്ലേ അതൊരു വേറൊരു ഫീൽ തന്നെയാണ് അല്ലേ. ശരിക്കും പശു സോനൊക്കെ ഭയങ്കര വൈബിൽ നിൽക്കണത്, ഫുള്ള് വൈബിൽ നിൽക്കണത്. അടിപൊളി, പൊളിയായിട്ടുണ്ട്. യെസ്, പൊളിക്കുന്നുണ്ട്. നമ്മ ബിബി ഫാമിലി എവിടെ ചെന്നാലും ജീവിക്കുമെന്ന് മനസ്സിലായില്ലേ? അതാണ് അതാണ്. നൈസ് നൈസ്. സൈഗു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങി അല്ലേ സൈഗു? സൈഗുന്റെ ഫേവറേറ്റ് ആണത്. എങ്ങനെയാണ് സൈഗു? സൂപ്പറാണ്, ഇഷ്ടപ്പെട്ട?
അടിപൊളിയാണ്. സൈഗ് ഫുള്ള് വന്നിട്ട് രാവിലെ പോലും ഇവിടെ ഫുള്ള് സൈഗിന്റെ വൈബ്സ്. സൈഗ് ഇന്ന് രാവിലെ സോനുവിന്റെ അടുത്ത് പറഞ്ഞേ, അതെ നമുക്ക് ഇവിടെ ആയിട്ട് ഇവിടെ സ്കൂളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഇവിടെ തന്നെ സ്ഥിരമാക്കിയല്ലാന്ന്. ഉമ്മ പറഞ്ഞു, ഉമ്മി എന്റെ അടുത്ത് പറഞ്ഞു രാവിലെ അല്ലേ ഒന്ന് പറഞ്ഞു മഷുവിന്റെ അടുത്ത്, എന്താ മഷു വീടല്ലല്ലോ പിന്നെ എന്തെങ്കിലും രാവിലെ എനിക്ക് ഇങ്ങനെ പണിയെടുക്കണത്. ആക്ച്വലി എന്റെ മൈൻഡ് അത് തന്നെ. പിന്നെ ഇവർക്ക് വെറുതെ ഇത്ര എക്സ്പെൻസ് ഒക്കെ ആക്കണ്ട, പിന്നെ എക്സ്പെൻസ് ആക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അടിപൊളിയായിട്ടുണ്ടല്ലേ. പൊളി 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 പൊളി. സൈക്കിളിന് സന്തോഷം, സൈക്കിൾ ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല. അടിപൊളി അടിപൊളി. ഉച്ചക്ക് നമ്മൾ ആനിവേഴ്സറി സ്പെഷ്യൽ ഫുള്ള് എന്ത് കഴിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ അങ്ങോട്ട് പോവാം. നല്ല റേറ്റിംഗുള്ള ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ കയറാം ഇഷ്ടാലി കഴിക്കാൻ. എന്താ ബീച്ചിൽ പോവാം, ബീച്ചിൽ പോയി പൊളിക്കാം നമുക്ക്. കുളിക്കണ എന്നാ? ആ കുളിക്കണ്ട. യോ വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് സനു അതുകൊണ്ട് ഉമ്മായി മോളെ കൂടെ ഓടി വന്നേക്കണ തീരണേ മുമ്പ്. എങ്ങനെ അതെ അതെ അടിപൊളി. സുനുവിനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ആ സുനുവിന് വേറെ സെപ്പറേറ്റ് ബട്ടറും സ്വീറ്റ് ഒക്കെ ആയിട്ട് പൊളിക്ക് ബ്രോ പൊളിക്ക്. പിന്നെ സ്വീറ്റ് കഴിക്കണം. അത് തന്നെ നമ്മൾ ഡെസേർട്ടിലോട്ട് പോകരുത്. അല്ല ഡെസേർട്ട് ഉണ്ട്, നമുക്ക് ഇന്നലത്തെ കേക്ക് ബാക്കിയുണ്ട്, അതൊക്കെ കഴിക്കാം. നല്ല രസമുണ്ട് ബേബിക്കൊക്കെ. സിമ്പിൾ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ്, സിമ്പിൾ അടിപൊളിയല്ലേ. ഇനി ഓരോക്കെ കഞ്ഞിയെല്ലാക്കി പിടിക്കണം, ബുർജി കഞ്ഞി അല്ലേ, അടിപൊളിയായിരിക്കും. പപ്പനെ ഓർമ്മയാണ്, പപ്പക്ക് ഇങ്ങനെയൊക്കെ ഇഷ്ടമാണ്. ലൈക്ക് വീട്ടില് നമ്മൾ എവിടെ പുറത്ത് പോയിട്ട് ഉണ്ടാക്കണം അതൊക്കെ. എന്താണ് പ്ലാൻ? നമ്മ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എല്ലാരും റെഡി ആക്കി അപ്പൊ എന്തായാലും ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ദാറ്റ്സ് വാട്ട്. നിങ്ങൾ വിളിച്ചിട്ടില്ല, ഞാൻ ഉണ്ടല്ലോ. നിങ്ങൾ അപ്പൊ ഗൈസ് വെഡിങ് ആനിവേഴ്സറി വീഡിയോ ഓൾറെഡി ചാനലിൽ വരുന്നതാണ്. അപ്പൊ ഇനിയും മഷുവിന്റെ ചാനലിലും എന്റെ ചാനലൊക്കെ ആയിട്ട് ഒരുപാട് അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ ബൈ.